കന്നഡ സിനിമയിൽ കാസർഗോട്ട് നിന്നും പുതിയൊരു താരോദയം. ശരൺ രാജ് കാസർഗോഡ് നായകനായി എത്തിയ ലൂഡോ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നു. മംഗളൂരുവിലെയും ബംഗളൂരുവിലെയും തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനത്തിനുള്ളത്. സിനിമയോടുള്ള പാഷനും ഒപ്പം കഠിനാധ്വാനവുമാണ് ശരൺ രാജിനെ ഇന്ന് സിനിമാ ലോകം അറിയുന്ന നായക നടനാക്കി മാറ്റിയത്. മോഹൻലാലിന്റെ കടുത്ത ആരാധകനായ ശരൺ രാജിന് മികച്ച ഒരു മലയാള ചിത്രമൊരുക്കണമെന്നാണ് ആഗ്രഹം. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. സിനിമകളുടെ ഹബ്ബാണ് കാസർഗോഡ്. കാസർഗോട്ട് നിന്നും പല ഭാഷകളിലുള്ള സിനിമകളുടെ അണിയറയിലും അരങ്ങിലുമെല്ലാമായി നിരവധി പേരാണ് പ്രശസ്തരായുള്ളത്. അത്തരത്തിലുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കന്നഡ സിനിമയിലെ താരമായ ശരൺ രാജ് കാസർഗോഡാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ലൂഡോ എന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനായാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. പുതിയ സിനിമയായ ലൂഡോ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ സിനിമയ്ക്കുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് പ്രേക്ഷകരുടെ? സിനിമ ഇപ്പോൾ നല്ല അഭിപ്രായമാണ്. ബാംഗ്ലൂരിലൊക്കെ നന്നായി പോകുന്നുണ്ട്. ഇങ്ങോട്ടും മംഗലാപുരത്തും സുള്ളിയ, പുത്തൂർ, ഉടുപ്പി, കുന്താപ്പൂർ എല്ലായിടത്തും ആക്ച്വലി മൂവി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസത്തിന് ശേഷം അവിടുത്തെ ഷോയ്ക്ക് കുറവായി. ഇപ്പോൾ മംഗലാപുരത്തും സുഹൃത്തുക്കല്ലായിട്ട് നടക്കുന്നുണ്ട് ഒരു ഷോ വെച്ചിട്ട്. എന്നിരുന്നാലും സാധാരണ കുറേ കന്നഡ പടം ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നത് ഒറ്റ ഷോ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ ലൂഡോ പടം ഇപ്പോഴും ഇപ്പോൾ 6-ാം ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. അതുപോലെ ബാംഗ്ലൂരിൽ നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഇതിലുള്ള ഒരു ആക്ടിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞത്. സിനിമയുടെ കഥ ഒരു കുറച്ച് ഹൈപ്പർ ലിങ്ക് സ്റ്റോറിയാണ്. ഒരു 4-5 കഥ ഇങ്ങനെ കൂട്ടിയിട്ടുള്ളൊരു ഇതാണ്. ചില ആൾക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിലും അതിൽ ആക്ടിങ് കാര്യങ്ങളായാലും വേറെ കുറേ കാര്യങ്ങളായിട്ട് നല്ല അപ്രിസിയേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനതിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. D. യോഗരാജാണ് ഇതിൻ്റെ സംവിധായകൻ. പിന്നെ ബാക്കിയുള്ള കുറേ പരിപാടികൾ മൂപ്പർ തന്നെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഈവൻ DOPയും പകുതിയും മൂപ്പർ തന്നെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും അയാളൊരു ഒറ്റാൾ പട്ടാളാണ്. അങ്ങനെ മൂപ്പർ നല്ല വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും മുന്നേ ഒരു 4-5 പടമൊക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ട്. സോ അടുത്തും വേറൊരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട് D. യോഗരാജിൻ്റെ. അതേപോലെ ലൂഡോ പടം ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ബാംഗ്ലൂരിലൊക്കെ നല്ല സൗണ്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ഒരു കോൾ വന്നു, നല്ല അപ്രിസിയേഷനായി എന്ന് പറഞ്ഞ് നല്ലൊരു കോൾ വന്നു. സോ അത് കേൾക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ നമ്മൾ ആക്ച്വലി ഇതിൽ വേറെ പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 10-15 ഡേയ്സ് മുന്നേ, ഒരു 13th ഏപ്രിലാണെന്ന് തോന്നുന്നു, വിഷുവിനേക്കാളും മുന്നേ മൂപ്പർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ രാജ്കുമാറിൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മളന്ന് റിലീസ് ചെയ്യാൻ പോകുന്നു, അതൊരു ഫ്രൈഡേ ആണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രൊമോഷനിലുണ്ടാകും മൂപ്പർ ഫിലിം ഇറക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു മാംഗ്ലൂരിൽ കിട്ടുന്ന ഒരു റെസ്പോൺസും കൂടി നോക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ബട്ട് എഗെയിൻ നമ്മൾ കാസർഗോഡുകാർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. ബിക്കോസ് കന്നഡ സിനിമ പൊതുവെ ആൾക്കാർ കുറവാണ് കാണാൻ പോകുന്നത്. സോ നമ്മൾ കാസർഗോഡ് നല്ലവരെ നാട്ടുകാരുടെ എല്ലാവരും ഒരു റിക്വസ്റ്റാണ്, കന്നഡ ഫിലിം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ പോലത്തെ ചെറിയ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിരവധി പേർ കാസർഗോഡ് നിന്നും സിനിമയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാസർഗോഡുകാരൻ എന്ന രീതിയിൽ ഈ സിനിമ നിർമ്മിക്കുന്നത്, ഈ സിനിമയിൽ അഭിനയിക്കുവാൻ വേണ്ടി ഈ കാസർഗോഡുകാരൻ എന്ന രീതിയിൽ താങ്കൾക്കുള്ളൊരു അനുഭവം എങ്ങനെ അത് ഗുണകരമായിട്ടുണ്ടോ? വളരെ നല്ല അനുഭവമായിരുന്നു. ആക്ച്വലി ഇസ്മായിൽ മൂഡ്ഷെഡ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്. മൂപ്പരൊന്നിച്ച് ഞാൻ മുമ്പ് കോ പ്രൊഡ്യൂസറായിട്ട് അയാൾ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാണ് എനിക്കിതിൽ ഇത് റെഫർ ചെയ്തത്. മൂപ്പരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇസ്മായിൽ മൂഡ്ഷെഡും അഭിനയിച്ചിട്ടുണ്ട്. 2024 പടം തുടങ്ങിയത്. കംപ്ലീറ്റ് ആയപ്പോൾ 2025 പകുതിയോളമായി. എന്നിട്ടിപ്പോൾ റിലീസ് കുറേ ഡിലേ ആയി. ഇപ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് അവർ റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാനിതിനേക്കാളും മുന്നേ ഒരു തുളു പടവും ചെയ്തിട്ടുണ്ട്. ഒരു തുളു മറ്റൊരു ആർട്ട് ഫിലിമും ഇസ്മായിൽ മൂഡ്ഷെഡിൻ്റെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. മൂപ്പർ എനിക്കൊരു ഗുരുസ്ഥാനത്തുള്ള ഒരാളാണ്. അതേപോലെ ഞാനും ഇപ്പോൾ ത്രിമൂർത്തിയിൽ നിന്ന് ഒരു പടം ഞാൻ തന്നെ സ്വന്തം സംവിധാനം ചെയ്ത് തുളു കന്നഡ പടം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അതിൻ്റെ അണിയ പ്രവർത്തനത്തിലാണ്. ഒരു 6 മാസമായി. ഒരു സോങ് ഷൂട്ട് മാത്രം പെൻഡിങ് ഉള്ളൂ. സൗപർണിക പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബാനറിൽ, എൻ്റെ സ്വന്തം ബാനറിൽ ഞാൻ തന്നെ സംവിധാനം നിർദ്ദേശം ചെയ്തിരുന്ന ഒരു പടമാണ്. സോ അതും നല്ല സൗണ്ടായിട്ട് വരും. ഒരു കോളേജ് സ്റ്റോറിയാണ്. അധികം ആൾക്കാർ ഇത് ഒരു നിർഭാഗ്യത്തിൻ്റെ ഒരു പരീക്ഷണശാലയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കാസർഗോട്ട് നിന്നെല്ലാം ഈ സിനിമയുടെ ഒരു മേഖലയിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
പ്രതിസന്ധികൾ അങ്ങനെയൊന്നുമില്ല. കാസർഗോഡുകാർ കൈവച്ചതെല്ലാം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇതുള്ളത്. അപ്പോൾ ഞാൻ പോലും ഇപ്പോൾ നെക്സ്റ്റ് ഇത് കഴിഞ്ഞ ശേഷം നമ്മളൊരു മലയാള പടം, അതാണ് എൻ്റെ ഒരു വലിയ ടാർഗറ്റും ഒരു വലിയൊരു ഡ്രീമും, ഒരു മലയാള പടം ചെയ്യുന്ന നല്ല കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാള പടം ചെയ്യണമെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം എന്താണ്? ഈ ലൂഡോ പടത്തിനാണോ? ലൂഡോ പടത്തിനെന്ന് വെച്ചാൽ ഒരു ഇതാണ് ഇപ്പോൾ സംഭവം നടക്കുന്ന ഈ കുറേ ഈ എന്താ പറയുക, ഈ ഗുണ്ടായിസവും പിന്നെ ഈ അണ്ടർ വേൾഡും അതിലുള്ള ചെറിയ ചെറിയ അതിൻ്റെ ബിസിനസ്സുകളും ചിലപ്പോൾ ഈ കള്ളപ്പണവും അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഒന്നിച്ചുള്ള ഒരു ലവ് അഫെയറിൽ ഇവിടെ പെട്ട് ഇതായിപ്പോയ ഒരു കഥയാണ്. പിന്നെ ഈവൻ ഇതിലുള്ള ഞാൻ ആദ്യം ഒരു വില്ലനായിട്ടാണ് ഷെയ്ഡായിട്ട് വരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഹീറോ ഇതിൽ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയും ആരും ക്രിമിനലായി ജനിക്കുന്നില്ല. ഒരു മോട്ടീവ്, ഒരു സ്റ്റോറി എന്തെങ്കിലും അവർക്കും ബാക്കിലുണ്ടാവും എന്നുള്ളൊരു ചെറിയ സ്റ്റോറി, അത് സന്ദേശം അതിലുണ്ട്, വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് നിരവധി മേഖലകൾ ഉണ്ടായിട്ടും ഈ സിനിമയിലേക്ക് തന്നെ വരുവാനുണ്ടായ ഒരു കാരണം? ഒരു പാഷനായിരുന്നു. ഞാൻ 2010 ഞാൻ ആദ്യം ഫ്രാൻസിസ് ജോസഫ് ജീര എന്ന് പറയുന്ന സംവിധായകൻ മലയാളത്തിൻ്റെ മൂപ്പരൊന്നിച്ച് ഞാൻ ആക്ച്വലി വർക്കായിരുന്നു. മൂപ്പർ എന്നെ എൻ്റെ എന്തോ ഒരു സംഭവം കണ്ടിട്ട് മൂപ്പർ നീ വാ ഇതിൽ അഭിനയിക്കുന്നു പറഞ്ഞു. അത്രയും ഒരു ബന്ധം, ചെറിയ ബന്ധമായിരുന്നു. എവിടെയോ കണ്ടു വാ നീ വാ ഇങ്ങോട്ട്. അപ്പോൾ മൂപ്പരെന്തോ എന്നിൽ കണ്ടിട്ടുണ്ടാവും ആ ടൈമിൽ. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ആ പടം ഫ്രണ്ടിൽ വന്നില്ല. പിന്നെ ഞാൻ ദുബായിലായിരുന്നു, ഒരു 7 വർഷം ബാങ്കിങ് ജോബിലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ വീണ്ടും സിനിമയിലേക്ക് ഒന്നുകൂടി ഇത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇസ്മായിൽ മുർഷിദിനെ കാണുന്നതും പിന്നെ ഇതാകുന്നതും. പിന്നെ ഇതിൻ്റെ എല്ലാം റൂട്ട് എന്ന് വെച്ചാൽ എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരെ വലിയ ഫാനാണ്. ചെറുപ്പം മുതൽ ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ്. സോ മൂപ്പരെ എത്രയോ സിനിമ കണ്ടിട്ടുണ്ട്. മൂപ്പരിൻ്റെ അതൊരു വലിയ ഇൻസ്പിറേഷനാണ് മോഹൻലാലിൻ്റെ. അതുണ്ട്. എന്താണ് പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? തിരുമൂർത്തിൽ ഇപ്പോൾ ഇതിലുണ്ട്, പൈപ്പ് ലൈനിലുണ്ട്. പിന്നെ ഒരു പടം, അതിൻ്റെ ഇപ്പോൾ പേര് പറയാൻ പറ്റില്ല, ബിക്കോസ് അതൊരു ചടങ്ങെല്ലായിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തിറക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഉള്ളത്. ഒരു മലയാള പടം എന്തായാലും വരും, അത് തീർച്ചയാണ്. എന്തായാലും തൻ്റെ കഠിനാധ്വാനത്തിലൂടെ കന്നഡ സിനിമയിലെ ഇപ്പോഴത്തെ ഒഴിവാക്കുവാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് ഈ ശരൺരാജ് കാസർഗോഡ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു അഭിനയ പാടവം ഈ ലൂഡോ എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഒരു കാസർഗോട്ടുകാർ എന്ന രീതിയിൽ എല്ലാവരും ഈ സിനിമയെ വിജയിപ്പിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. എന്തായാലും ഇനിയുള്ള സിനിമകളിലും മികച്ച പ്രകടനം നടത്തി സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരമായി ശരൺരാജിന് മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. താങ്ക് യു. വളരെ നന്ദി. ഈവൻ KCN ചാനൽക്കും വളരെ നന്ദി. ഇങ്ങനെ ഒരു ചെറിയൊരു കലാകാരനെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ കാണിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതൊരു വലിയ സപ്പോർട്ടാണ്. ഇനിയും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സന്തോഷം. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.